ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ടീച്ചറുടെ കഥയാണ്. റാഗിങ് ചെയ്യുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ആ ടീച്ചർ കുട്ടികളെ രക്ഷിക്കും എന്നെല്ലാം പറയുന്ന കഥയാണിത്. അപ്പോൾ അധികം സമയം കളയാതെ ത്രില്ലർ സിനിമയായ ബ്രൈവിൽ സിറ്റിസൺ എന്ന സിനിമയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കഥയുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ഫ്രെയിമിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മൈയോങ് ഹൈസ്കൂളാണ്. കൊറിയയിലെ ഏറ്റവും നമ്പർ 1 സ്കൂൾ എന്ന പേരും 2 വട്ടം ഏറ്റവും നല്ല സ്കൂളിനുള്ള അവാർഡും കിട്ടിയ സ്കൂൾ. എല്ലായിടത്തും സന്തോഷം, സമാധാനം മാത്രം. എന്നാൽ ഈ സ്കൂളിന് ഒരു ഡാർക്ക് സൈഡുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടൊരു കാറ് പാഞ്ഞു വരികയാണ്. അതെ, മെയിൻ വില്ലൻ ഹൺസൂങ് അതിൽ നിന്ന് പുറത്തിറങ്ങാണ്. എല്ലാവരും അവനെ ബിഗ് ബ്രദർ എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. കാരണം നമുക്ക് മനസ്സിലാവും, അവിടെയുള്ള ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്നത് അവൻ്റെ കുടുംബക്കാരാണ്. അതിൻ്റെ പത്രാസ് എല്ലാം അവനുണ്ട്. അതുപോലെ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെല്ലാം അവൻ അടിച്ച് ശരിയാക്കുന്നുണ്ട്. റാഗിങ്ങിൽ 1ാം നമ്പറാണ് അവൻ. ഈ റാഗിങ് ഒക്കെ അവിടുത്തെ ടീച്ചർമാർക്ക് വേറെ അറിയാം. എന്നാൽ ആരും അതിലൊന്നും ഇട്ടാനോ അത് തിരിയാനോ ഒന്നും നോക്കില്ല. കാരണം അവൻ്റെ ഫാദർ ആണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്നത്. അതുപോലെ അവനോട് മുട്ടി നിൽക്കാൻ ഇവിടുത്തെ ആർക്കും ഒരു കഴിവുമില്ല. അവരുടെ പ്രധാന ഇരയാണ് ജിം ഹോങ്. അവൻ്റെ മുത്തശ്ശി കബാബ് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇവരതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ആ മുത്തശ്ശിയെ കൊണ്ട് സിഗരറ്റ് കുത്തിയ കബാബ് തീറ്റിക്കാൻ നോക്കും. പക്ഷെ അതിനിടയിൽ കയറിയ ജിം ഹോങ് തന്നെ എന്തു ചെയ്തോളൂ, തൻ്റെ മുത്തശ്ശിയൊന്നും ചെയ്തതെന്ന് പറയും. അതിൽ അവൻ അവരുടെ മെയിൻ ഇരയായി മാറുകയാണ്. ഈ സ്കൂളിലേക്കാണ് സിമി വരുന്നത്. സിമി താൽക്കാലിക ടീച്ചറായിട്ടാണ് വരുന്നത്. തനിക്ക് നല്ലൊരു ടീച്ചർ ജോലി വേണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് പെർമനൻറ്റ് ജോലി കിട്ടാനായി അവിടുത്തെ ടീച്ചർമാരെ എല്ലാം സോപ്പിടുന്നുണ്ട്. അതിനിടയിൽ ഒരു മാഷ് അവളെ വൃത്തികെട്ട രീതിയിൽ നോക്കുന്നുണ്ട്. ഇതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുമുണ്ട് കേട്ടോ. എന്നാൽ നല്ല പിള്ളി ചമയുകയല്ലേ, അതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ ബാത്റൂമിൽ പോയി ആ ദേഷ്യമെല്ലാം അവൻ്റെ കാമുകനെ വിളിച്ച് തീർക്കുകയാണ്. കാരണം കാമുകൻ പോലീസ് ജോലിയാണ് കേട്ടോ. അപ്പോൾ വാട്സപ്പിൽ പോലെ ഒരു മെസ്സേജ് അയക്കുകയാണ്. മുഴുവൻ തെറിയും എല്ലാം അഭിഷേകം ചെയ്തു കൊടുക്കുകയാണ് കാമുകനെ. കാമുകൻ്റെ വീട്ടിൽ അങ്ങോട്ട് 2 ടീച്ചർമാർ വരുന്നു. അവർ സംസാരിക്കുന്ന ഒരു ടീച്ചറെ പറ്റിയാണ്. ഇത് കേട്ടതും അവൾ സ്കൂളിനെ കുറിച്ചുള്ളത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു, അവിടെ ഏതൊരു ടീച്ചറെ റാഗിങ് കാരണം തൂങ്ങി മരിച്ചിട്ടുണ്ട്. ആ പൊസിഷനിലേക്കാണ് സിമിയെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കണ്ടതും സുമി ആകെ അന്താളിച്ചു പോവുകയാണ്. ഇത്ര നല്ല സ്കൂള്, ഇതൊക്കെ പോട്ടെ. എന്നിട്ട് ആ ടീച്ചർമാർക്കോ, പുറത്തു നിന്ന് സംസാരിക്കുന്ന ടീച്ചർമാർക്കോ ഒരു പേടിയുമില്ല. അപാര സ്കൂള് തന്നെ. അതിനെ ഒരു ടീച്ചർ മൊബൈൽ എടുത്ത് സുമിയെ വിളിക്കും. സുമി ബാത്റൂമിലല്ലേ, കോൾ വേഗം കേൾക്കും. ടീച്ചർക്ക് മനസ്സിലാവും സുമി അവിടെ ഉണ്ടെന്ന്. പക്ഷെ സുമി ബുദ്ധി കാണിക്കും. സുമി താൻ എയർപോഡ് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഒന്നും സംസാരിച്ചത് കേട്ടില്ല എന്ന് പറയും. എന്നാൽ സുമിയുടെ ആ പാളിച്ചങ്ങും പാളും. അവളെല്ലാം കേട്ടുവെന്ന് മനസ്സിലാക്കിയ ടീച്ചർ അവളെയും കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് പോയി ജുൻഹോയുടെ മുത്തശ്ശിയെ റാഗ് ചെയ്ത വീഡിയോ കാട്ടിക്കൊടുക്കും. ഇത് കണ്ടതും അവളോട് കണ്ട് വീണ്ടും തള്ളും. നല്ല സ്കൂള്, നല്ല ടീച്ചർമാരായിട്ട് പറയുന്നുണ്ട്, എന്ത് കണ്ടാലും കാണാത്തതുപോലെ പോകണം. മനോഹരം. തിരിച്ച് വീട്ടിലെത്തിയ സിമി തൻ്റെ ജിമ്മിൽ കിടന്ന് ഈ ദേഷ്യമെല്ലാം പഞ്ചിങ് ബോക്സിലിടിച്ച് തീർക്കുന്നുണ്ട്. തൻ്റെ കാമുകനെ വിളിക്കുന്നുണ്ട് ദേഷ്യം തീർക്കാനായി. കാമുകനെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയാകുന്നുമുണ്ട്. പാവം കാമുകൻ ഇടിയൊക്കെ കൊണ്ട് ഐസും കട്ട വെച്ചിരിക്കുന്നുമുണ്ട്. ഒന്നും മിണ്ടുന്നില്ല, എല്ലാം വഴിയും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. സിമിൻ ഒരു ബോക്സറാണ്, ഒരു കൊറിയൻ നാഷണൽ ബോക്സറാണ്. അതുകൊണ്ട് നല്ല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നന്നായി ഇടിക്കാനും അറിയാം. അതുകൊണ്ട് നല്ല പിള്ള ചമയുന്നത് കാരണം മാത്രമാണ് ആളിടിക്കാതെ പോകുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം നല്ല ഫൈറ്റിംഗ് സ്കിൽസ് ഉള്ള ആളാണ്. പിന്നെ കാണിക്കുന്നത് അവിടെ കുറേ മുഖംമൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ സുമി ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെയാണ് ഈ മുഖംമൂടിയൊക്കെ? അത് നിൻ്റെ അച്ഛൻ കൊണ്ട് വെച്ചതെന്നാണ്. അയാൾ ക്ടാങ്ങളെ ബോക്സിങ് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടി എങ്ങാണ്ട് ആവശ്യത്തിനാണെന്ന് തോന്നുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ സുമിയുടെ മുഖം ചുമന്നുണ്ട്. അച്ഛന് സുമിയായിട്ട് അത്ര പോക്കല്ല. കാരണം സുമിയുടെ ബോക്സിങ് ജീവിതം അവസാനിക്കാൻ കാരണം അച്ഛൻ കുറച്ച് കടം വാങ്ങിയത് കൊണ്ട് മാത്രമാണ് അവൾ തോറ്റു കൊടുക്കേണ്ടി വന്നത്. അതിൻ്റെ ദേഷ്യം ഇപ്പോഴും അച്ഛൻ്റെയും മകളുടെയും മുന്നിൽ നിന്ന് മാറിയിട്ടില്ല. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം സിമിൻ സ്കൂളിലെല്ലാം പോയി നല്ല ഭംഗിയിൽ ക്ലാസ് എടുത്ത് എല്ലാവരും സോപ്പിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് എല്ലായിടത്തും സിഗരറ്റ് വലിയും അടിയും റാഗിങ് ഒക്കെ കാണുന്നു. ഒന്നിന് കണ്ണു വയ്ക്കാതെ അവൾ നീങ്ങിപ്പോവാണ്.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഹാൻസൂങ്ങും ക്യാമറയെല്ലാം മറിച്ച് നമ്മുടെ ജിൻ ഹോങ്ങിനെ അടിക്കുന്നത് കാണാണ്. കുറച്ചു നേരം കണ്ടിരിക്കുമെങ്കിലും അടിക്കുന്നത് കാണുമ്പോൾ ടീച്ചർക്കല്ലേ ഒരു വിഷമം വരും. അവൾ അതിനിടയിൽ കയറി അറിയാത്തതുപോലെ തട്ടിയ പോലെ കാട്ടും. എന്നാൽ നല്ല ഇടി കൊടുക്കുന്നുണ്ട് ഹാങ്സൂങ്ങിന്. എന്നിട്ട് ജിൻ ഹോങ്ങിനോട് പറയാണ്, ക്ലാസ് തുടങ്ങിയില്ലേ, പോയിരിക്കും, ഞാനാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഹാങ്സൂങ്ങിന് മനസ്സിലാകുന്നില്ല ഇത് എവിടുന്ന് വന്നു എന്നുള്ളതിലാണ് ഹാങ്സൂങ് നിൽക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് പുതിയ പെർമനന്റ് ടീച്ചറാണ് എന്നെല്ലാം പറയുന്നത്. പിന്നെ കയ്യിലെടുക്കാമെന്നൊക്കെ ഹാങ്സൂങ് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സിമിൻ ജിൻ ഹോങ്ങിനോട് ചോദിക്കുകയാണ്, നീ എന്താ ഇതൊന്നും കംപ്ലൈൻറ്റ് കൊടുക്കാത്തേ? അപ്പോൾ ജിൻ ഹോങ് പറയുന്നുണ്ട്, കംപ്ലൈൻറ്റ് ടീച്ചർക്കും കൊടുത്തു, പോലീസിന് വരെ കൊടുത്തു, ആരും അതിൽ ഇടപെടില്ല, കാരണം അവൻ്റെ അച്ഛന് നല്ല കാശുള്ളതാ എന്നെല്ലാം പറയുന്നു. ടീച്ചർ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സുമിൻ തലയാട്ടുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ സോങ് പണി പറ്റിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ റാഗിങ് എല്ലാം അവൾ ഒരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അത് DO വരെ, അവിടുത്തെ മെയിൻ ആൾ വരെ കണ്ടിട്ടുണ്ട്. സ്കൂളിനെതിരെ ഒരു കംപ്ലൈൻറ്റ് പോലെയായിരിക്കുകയാണ്. ഇതറിഞ്ഞ നമ്മുടെ ഹുങ്സുങ്ങിൻ്റെ സ്റ്റെപ്പ് മദർ അവിടേക്ക് വരാണ്. മറ്റാരാണ് തയ്ച്ചതെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ടീച്ചർമാർക്ക് ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ച് സുമി തന്നെ സമ്മതിക്കുകയാണ്. സുമിക്ക് അതിന് പകരമായിട്ട് ഒരു അടി കിട്ടുന്നുണ്ട് കേട്ടോ. സുമി അതെല്ലാം വാങ്ങി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഹാങ്സുങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അവിടെ കിടന്ന് ഷോ കട്ട് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് പോവാണ്. ഹാങ്സു അതിന് ശേഷം വന്നിട്ട് എന്നിട്ട് ആ സുമി ടീച്ചർ കാണിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് അവളെ പുറത്താക്കാനുള്ള പ്ലാനിങ് അല്ലാന്ന് പറയുന്നു. ഹേയ്, പുറത്തേക്ക് ആക്കല്ലോ, എനിക്ക് അവളായിട്ട് കുറച്ച് കളിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളിൻ്റെ കാലിൽ ചവിട്ടുന്നുണ്ട്. നല്ല പ്രിൻസിപ്പളും നല്ല സ്റ്റുഡൻസും. അത് കാട്ടുകഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. രാത്രി തൻ്റെ കാമുകനോട് സുമി സംസാരിക്കുകയാണ്. അവനെതിരെ കേസെടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഹാങ്സുങ്ങിനെ. കൃത്യമായിട്ട് റിപ്പോർട്ടൊന്നും കിട്ടാത്ത കാരണം കേസെടുക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവർ നടന്നു വരുന്ന വഴിക്കാണ് തൻ്റെ അച്ഛൻ, സുമിയുടെ അച്ഛൻ, അവിടുത്തെ ബോക്സിംഗ് പഠിപ്പിക്കുന്ന ക്ലാങ്ങളെയെല്ലാം കൂട്ടി തിരിച്ച് വണ്ടിയിൽ കയറ്റി വിടുന്നത് കാണുന്നത്. അച്ഛൻ സുമിയോട് സംസാരിക്കാൻ നോക്കുന്നെങ്കിലും സുമി സംസാരിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൾ നേരെ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ഇരുന്ന് ന്യൂഡിൽസ് കഴിക്കുമ്പോൾ നമ്മുടെ ഹാങ്സുങ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവളെ വെറുപ്പിക്കുകയാണ്. എന്നിട്ട് അവളെ ബാഡ് ടച്ചൊക്കെ ചെയ്യുമ്പോൾ അവൾ പരമാവധി സഹിച്ചു നിൽക്കുന്നുണ്ട്. തനിക്ക് സ്ഥിരമായി ജോലി നോക്കേണ്ടതല്ലേ എന്നുള്ളതിലാണ് അവൾ ഇരിക്കുന്നത്. അതിനുശേഷം അവൾ പുറത്തേക്ക് പോകുമ്പോൾ അറിയാതെ ഒരാൾ തട്ടുന്നു. എന്നാൽ അയാൾ ഉടനെ ഇവളുടെ തലക്കിട്ടടിക്കുകയാണ്. അവളുടെ ഉള്ള ദേഷ്യം മുഴുവൻ അയാളിൽ തീർക്കാണ്. ഒറ്റ ചവിട്ട് ആൾ കഥം. അയാളെ ഇടിച്ചതും ഉള്ള ദേഷ്യം കയറിയ സിമി ഉടനെ ജിമ്മിലേക്ക് പോയി മാസ്ക് ധരിച്ച് നേരെ ഹെങ്സുങ്ങിനെ തല്ലാനായി ഒരുങ്ങി വരാണ്. ഹെങ്സുങ്ങാങ്ങിനെ വോളിബോൾ കളിച്ചുകൊണ്ട് എതിർ ടീമായിട്ട് അടിയുണ്ടാക്കുകയാണ്. എവിടെ പോയാലും തല്ലിക്കൊല്ലു തന്നെ. ഇതിൻ്റെ സന്ദർഭം മുതലെടുത്ത നമ്മുടെ സിമിൻ ഉടനെ മാസ്ക് ധരിച്ച് അവളെ ഇടിക്കാനായി ചെല്ലുന്നു. പിന്നെ അവിടെ നല്ലൊരു ഫൈറ്റാണ്. സിമിൻ എല്ലാത്തിനും ഒതുക്കി അടിച്ചൊതുക്കുന്നുണ്ട്. ഹാങ്സുങ്ങിനെ അടി കിട്ടുന്നുണ്ട്. പക്ഷെ അവനും കുറച്ച് കിക്ക് ബോക്സിങ് അറിയുന്നത് കൊണ്ട് കുറച്ച് നേരം പിടിച്ചെടുക്കുന്നു. അപ്പോഴേക്ക് പോലീസ് വരാണ്. പോലീസിനെ കണ്ടതും ഇവർ പതറി ഓടുകയാണ്. നമ്മുടെ സിമിൻ അവിടെ നിന്ന് ഓടി മാറുന്നുണ്ട്. സിമിൻ്റെ കാമുകനും അതിലുണ്ടായിരുന്നു. സിമിനാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൻ അതിലൊന്നും ഇടപെടാൻ നിൽക്കുന്നില്ല. നമ്മുടെ ജിൻഹോങ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാങ്സുങ് റാഗിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെക്കനുണ്ട്. അവനാണ് ജിൻഹോങ്. അവൻ്റെ കൂട്ടുകാരൻ മാത്രം അവളെ കാണുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചൊന്നും മിണ്ടുന്നില്ല. അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം സ്കൂളിൽ വരുന്ന സുമിയുടെ മുഖം നമുക്ക് കാണാം. ചിരിച്ച് സന്തോഷത്തിലാണ് അവൾ വരുന്നത്. അതുപോലെ ഹിങ്സുങ്ങിനെ ഇടിച്ച വീഡിയോ അവിടെ മുഴുവൻ പബ്ലിഷ് ആയിട്ടുണ്ട്. കാറ്റ്മാന് ഒരു ആരാധക കൂട്ടം തന്നെ ഉണ്ടായി. പൂച്ചയുടെ മുഖംമൂടി വെച്ച് ഇടിച്ചത് കാരണം കാറ്റ്മാനാണ്, അതൊരു ആളാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഹാങ്സുങ്ങിനെ അവർ കളിയാക്കുന്നുമുണ്ട്. ഇതിലൊക്കെ ദേഷ്യപ്പെട്ട് ടീച്ചറിന് മുമ്പിൽ വെച്ച് തന്നെ ഹാങ്സുങ് മേശയൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ആ ദേഷ്യം തീർക്കാൻ അവൻ കാർ എടുത്ത് സ്പീഡിൽ പാഴുന്നു. ഇത് കാണുന്ന അവരുടെ കൂടെ ഉണ്ടായ ഒരു കൂട്ടുകാരൻ ഹാങ്സുങ്ങിനോട് പറയുന്നുണ്ട്, നമുക്ക് ജിൻഹോങ് ഇല്ലേ അവനോട് ദേഷ്യം തീർക്കാമെന്ന് പറയുന്നു. ഇത് പറയുമ്പോൾ ഹാങ്സുങ് ചിരിക്കുന്നുമുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി സിമിൻ മുഖംമൂടി എടുത്ത് ചിരിക്കുന്നതാണ്. അപ്പോൾ സിമിയുടെ കാമുകൻ അവിടുത്തെ വരുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതൊന്നും വേണ്ട, ഇനി ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയാകുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് സിമിൻ അത് കത്തിച്ച് കളയാൻ ഒരുങ്ങുന്നു. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഹാങ്സുങ്
ജിൻ ഹോങ്ങിനെ റാഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗെയിമൊക്കെ കളിച്ചാണ്. എന്നിട്ട് അവൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അടുത്തുള്ള കടയിൽ ഈ ടൗസർ ഇട്ട് നീ പോയി ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെ വിടുന്നുണ്ട്. അവൻ ചിക്കൻ വാങ്ങാൻ പോകുന്നതോ സിമിൻ്റെ അച്ഛൻ്റെ കട. അവിടെയാണ് ജിൻ ഹോങ്ങിൻ്റെ കൂട്ടുകാരനും ജോലി ചെയ്യുന്നത്. അവിടെ ചെന്ന് അവൻ ചിക്കനെല്ലാം വാങ്ങിക്കുന്നു. ആ സമയത്ത് അവിടുത്തെ ബോസ് ആയ സിമിൻ്റെ അച്ഛൻ അവനെ സമാധാനപ്പെടുത്താനെല്ലാം നോക്കുന്നുണ്ട്. ഇത് കണ്ട ജിൻഹോയുടെ കൂട്ടുകാരൻ നേരെ ടീച്ചറായ സിമിൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിങ്ങൾ ഇടിക്കുന്നത് കണ്ടു. ഇപ്പോൾ ജിൻഹോ വലിയ പ്രശ്നത്തിലാണ്. അവരെ പോയി രക്ഷിക്കൂ എന്ന് പറയുന്നു. കത്തിച്ചു കൊണ്ടിരുന്ന ആ മാസ്ക് കെടുത്തിക്കൊണ്ട് അവൾ ആ മുഖം മൂടിയിട്ട് അവരോട് പെരുമാറാനായി പോകുന്നു. അവിടെ വെച്ചൊരു ഇടി നടക്കുന്നുണ്ട്. അപ്പോഴേക്കും തൻ്റെ ജീവിതമെടുത്ത ജിൻഹോ അവനെ കുത്തിക്കൊല്ലാമെന്ന പ്ലാനിൽ ആ ഹോട്ടലിൽ നിന്ന് കത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്ന് അവനെ കുത്താനായി ഓങ്ങുന്നു. എന്നാൽ അത് തടയാനായി സിമിൻ അതിനിടയിൽ കയറുന്നു. അവൾക്ക് കയ്യിൽ ഒരു വെട്ട് കിട്ടുന്നുമുണ്ട്. അവൾ അവിടെ നിന്ന് ഓടുന്നു, അവനെയും കൊണ്ട് മാറുന്നു. എന്നാൽ ഈ ചോര ഒഴുകുന്നത് കണ്ട് അവളെ ഹോസ്പിറ്റലിലാക്കുന്നു. അവിടേക്ക് വരുന്ന സിമിൻ്റെ അച്ഛൻ അവളോട് ദേഷ്യപ്പെട്ടതിന് ശേഷം പ്രതികാരം വീട്ടാൻ വേണ്ടി ആ മാസ്ക് ഇട്ട് അവിടേക്ക് ഇടിക്കാൻ പോകുന്നു. മുറിവിലൊക്കെ മരുന്ന് വെറ്റി പുറത്തേക്ക് വരുന്ന സിമിൻ കാണുന്നത് അച്ഛൻ ഇടികൊണ്ട് കിടക്കുന്നതാണ്. കുട്ടികളെ ഇടിക്കാൻ പോയ അച്ഛന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. കാരണം പ്രായമായില്ലേ, പണ്ടത്തെ ബോക്സറൊന്നല്ലല്ലോ. ഇത് കണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ അച്ഛൻ അവളോട് മാപ്പെല്ലാം ചോദിക്കുന്നുണ്ട്. മുന്നുണ്ടായ സംഭവം അപ്പോഴാണ് നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ അച്ഛൻ്റെ കടമെല്ലാം പറഞ്ഞ് എതിർ ടീമിലെ ബോക്സർ കോച്ച് അവളുടെ അടുത്തേക്ക് വന്നിട്ട് കാശ് ഓഫർ ചെയ്യുകയാണ്. അത് അവൾ സ്വീകരിക്കും ചെയ്യും. അതോടെ അവളുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്, ബോക്സിംഗ് ജീവിതം. അതെല്ലാം പറഞ്ഞ് അവർ കരയുന്നുമുണ്ട്, അവൾ ക്ഷമിക്കുന്നതും ഉണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. ജിൻഹോ മരിക്കാനായി ഒരുങ്ങി നിൽക്കുകയാണ്. സ്വന്തം ടീച്ചറെ വരെ തന്നെ സഹായിക്കാൻ നിന്നാൽ സ്വന്തം ടീച്ചറെ വരെ കുത്താൻ നോക്കിയെന്ന വിഷമം അവനുണ്ട്. അവൻ അതിനായി നിൽക്കുന്നു. എന്നാൽ അപ്പോഴേക്ക് സുമി അവിടെ വന്ന് അവനെ അതിൽ നിന്ന് പിന്മാറ്റുന്നു. പിന്നെ കാണിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ ഹാൻസും ആകെ തെരച്ചിലാണ്. കാറ്റ്മാൻ ഒരു വെട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതുപോലെ കാറ്റ്മാൻ ഈ സ്കൂളിൽ നിന്നുള്ള ആളാണെന്ന് അവന് മനസ്സിലായിട്ടുമുണ്ട്. അവൻ ആകെ തപ്പി നടക്കാണ്. എല്ലാ കുട്ടികളുടെ കൈയെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആരുടെയും കയ്യിൽ അത് കാണുന്നില്ല. എന്നാൽ പെട്ടെന്ന് എതിർ ദിശയിൽ സുമിൻ വരുന്നത് കാണുന്നു. സുമിൻ ഒരു കുട്ടിയുടെ അടുത്തു നിന്ന് തൻ്റെ ഷോൾഡർ മാറ്റുന്നത് അവൻ കാണുന്നു. അപ്പോൾ അവൻ ഉറപ്പാവുകയാണ് അവളാണ് ഇന്നലെ വെട്ടുകിട്ടിയ ആ കാറ്റ്മാൻ എന്ന്. അവളെ പിടിച്ചു നിർത്തി അവൻ ഒരു കറുത്ത കവറിട്ട് അവളെ കൊല്ലാൻ നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെ കിടന്നിരുന്ന ഒരു പോസ്റ്റർ കാണുന്നു. 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്. ഉടനെ അവൻ അവളോട് പറയുന്നു, നിനക്ക് നിന്റെ സ്റ്റുഡൻസിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാനുമായി മത്സരിക്കുക ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നു. പിന്നെ കാണിക്കുന്നത് ബോക്സിംഗ് മത്സര ദിവസമാണ്. സൂമിയുടെ അച്ഛനെല്ലാം പൂച്ചയ്ക്ക് കാറ്റ്മാന് സപ്പോർട്ടായി മാസ്ക് എല്ലാം വിൽക്കുന്നുമുണ്ട്. എല്ലാ കുട്ടികളും കാറ്റ്മാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഫൈറ്റിംഗ് ആദ്യം നന്നായി തുടങ്ങുന്നുവെങ്കിലും പെട്ടെന്ന് നമ്മുടെ സീമിയുടെ മാസ്കിൻ്റെ ബാക്ക് അഴിഞ്ഞു പോവുകയാണ്. അവളുടെ മുടി കാണുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുകയാണ് കാറ്റ്മാൻ അല്ല കാറ്റ് ഗേൾ ആണെന്ന്. എന്നിട്ട് ഫൈറ്റ് തുടങ്ങുകയാണ്. പിന്നെ അവൾക്ക് പവർ കൂടുകയാണ്. അവൾ അവനെ ചാടി പറന്നൊക്കെ ഇടിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ മുഖം മൂടി മാറ്റുന്നു. എന്നിട്ട് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ആ കാറ്റ്മാൻ സുമി ടീച്ചറാണെന്ന്. പിന്നെ ആകെ അവിടെ അടിയാണ്. പിന്നെ ഒറ്റ ചവിട്ടിൽ അവൾ പുറത്താക്കുന്നു. എന്നിട്ട് അവനെ ജിൻഹോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് മാപ്പ് ചോദിക്കാൻ പറയുന്നു. എന്നാൽ അപ്പോഴും അവൻ്റെ ആ ജാട അങ്ങ് തീർന്നില്ല. അവനോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ സാമി ജിൻഹോയോട് കൂട്ടിക്കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഹാൻസുക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിൻജു എന്ന വീഡിയോ എടുത്തിരുന്ന പെൺകുട്ടി, അവരുടെ റാഗിങ് ചെയ്തിരുന്ന വീഡിയോ എല്ലാം എടുത്തിരുന്ന പെൺകുട്ടി അങ്ങോട്ട് വന്ന് ആ തെളിവെല്ലാം കൊടുക്കുകയാണ്. അതോടെ ഹാങ് സോങ്ങിന് എതിരെ കേസ് ഊർജിതമായി ശക്തിപ്പെടുകയാണ്. അതോടെ അവൻ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് സുമിയുടെ അച്ഛൻ്റെ ജിമ്മിലേക്ക് അവിടെയുള്ള ടീച്ചർമാരെല്ലാം പരിശീലനത്തിനായി വരുന്നതെല്ലാമാണ്. സ്കൂൾ നല്ല സന്തോഷമായി പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ജിൻഹോയും നന്നായി ജീവിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സുമിയെയാണ്. സുമിയെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പുതിയ സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അവൾ ടീച്ചറായിട്ടാണ് അവിടെയും പോകുന്നത്. പിന്നെ കാണിക്കുന്നത് അവൾ സ്കൂളിലേക്ക് നടന്നു പോകുന്നതാണ്.
പെട്ടെന്ന് ഒരു ആഡംബര കാറിൽ ഒരു പെൺകുട്ടി വന്നിറങ്ങുന്നു. എന്നിട്ട് ഡ്രൈവറോട് നന്നായി ചൂടായി പത്രാസ് കാട്ടുകയാണ്. ഇതെല്ലാം അവൾ നോക്കി നിൽക്കുന്നുണ്ട്. സുമിയെ കണ്ടതും സുമിയെ ഒരു രൂക്ഷഭാവത്തോടെ ആ പെൺകുട്ടി നോക്കുന്നു. എന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നു. സുമിയെ അപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയും സുമിക്ക് പണിയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ചലച്ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള സിനിമകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കല്ലേ. അടുത്ത സിനിമയായി കാണുന്നത് വരെ ബൈ.